CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയത് വളർത്തുമകളുടെ ഭർത്താവ്. കൊലപാതകം നടത്തിയ പൊന്നാനി സ്വദേശി റാഫിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഗുരുതര പരിക്കേറ്റ വളർത്തുമകളുടെ മകനായ 4 വയസ്സുകാരൻ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തവണ മണ്ണാർക്കാട്ടുകാരൻ തന്നെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാവണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ. കഴിഞ്ഞ തവണയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഷംസുദ്ദീൻ തുടരണമെന്ന ആവശ്യവുമായി ചിലർ നേതൃത്വത്തെ സമീപിച്ചതിന് പിന്നിൽ അടുത്ത ചാൻസ് കിട്ടുമെന്നുള്ള ദൂരവ്യാപകമായ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ് എന്നും അബൂബക്കർ പറഞ്ഞു. വള്ളുവനാടിന്റെ പ്രിയ സാഹിത്യകാരി രാജലക്ഷ്മിയുടെ സ്മരണാർത്ഥം രാജലക്ഷ്മി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം രാധാകൃഷ്ണൻ കുന്നുംപുറത്തിന് സമ്മാനിച്ചു. ഡോക്ടർ K. അജിത് മാരായമംഗലം പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തിരുനാവായയിൽ നടക്കുന്ന മാഘമക മഹോത്സവത്തിന്റെ ധ്വജസ്തംഭത്തിനായുള്ള മരം ഘോഷയാത്രയായി കൊണ്ടുപോയത് ആലിപ്പറമ്പിൽ നിന്ന്. ആലിപ്പറമ്പ് മലമേൽ പെരിയേടത്ത് കേന്തോട്ടിൽ കളരിയിൽ ആനന്ദവനം ഭാരതി മഹാരാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന 1ാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടം ചൊവ്വാഴ്ച രാത്രി 9 മണിക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. സമാപന ചടങ്ങിന് ആവേശം പടർത്താൻ പ്രമുഖ സ്പോർട്സ് കമാൻഡർ ഷൈജു ദാമോദരൻ മുഖ്യാതിഥിയായി എത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഫൈനൽ മത്സരത്തിന് അൽമദീന ചെറുപ്പശ്ശേരിയാണ് ഒന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്ന് ജയിക്കുന്ന മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും സബാൻ കോട്ടക്കലും തമ്മിലുള്ള മത്സരത്തിൽ ജയിക്കുന്ന ടീമുകൾ അത് നാളെ ഫൈനൽ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഫൈനൽ കാഴ്ചവെക്കണമെന്നാണ് ഞങ്ങൾ കാഴ്ചവെക്കും എന്നാണ് സംഘാടകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ കാണികളുടെ നല്ല സഹകരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് സെക്രട്ടറി CH റിയാസ് പറയും. ശക്തരായ അൽമദീന ചെർപ്പുളശ്ശേരിയാണ് ഇതിനോടകം ഫൈനൽ ഉറപ്പിച്ച ഒരു ടീം. തിങ്കളാഴ്ച രാത്രി നടക്കുന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സബാൻ കോട്ടക്കിലും തമ്മിലുള്ള 2ാം സെമി ഫൈനൽ മത്സരത്തിലെ വിജയികളാകും ഫൈനലിൽ അൽമദീനയുടെ എതിരാളികൾ. വാശിയേറിയൊരു പോരാട്ടത്തിനാണ് പെരിന്തൽമണ്ണ വേദിയാകുന്നത്. പെരിന്തൽമണ്ണയുടെ പൗരാവലിയുടെ മുഴുവൻ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ. 20-ാം തീയതിയാണ് നമ്മുടെ ഫൈനൽ മത്സരം നടക്കുന്നത്. ഫൈനൽ മത്സരം ഗംഭീരമാക്കുന്നതിന്, അതായത് പെരിന്തൽമണ്ണ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ രൂപത്തിലുള്ള ഏറ്റവും ഗംഭീരമായ പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട്, അതുപോലെ തന്നെ കമന്ററി രംഗത്ത് പ്രസിദ്ധനായ ഷൈജു ദാമോദരനടക്കം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടന സെഷനിലേക്ക് വരികയാണ്. 20-ാം തീയതി വളരെ ഗംഭീരമായ രൂപത്തിലുള്ള ഒരു ഉദ്ഘാടന പരിപാടി കൂടി പെരിന്തൽമണ്ണക്കാർക്കായി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിലുള്ള 2 ടീമുകൾ തന്നെയാണ് ഈ സെവൻസ് ഫുട്ബോൾ രംഗത്തെ നിലവിൽ ഏറ്റവും ലീഡിംഗ് ടീമായ അൽമദീന ചെറുപ്പശ്ശേരി ഓൾറെഡി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ബെർത്ത് നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മത്സരിക്കുന്ന സബാൻ കോട്ടക്കലും മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോയുമുള്ള മത്സരത്തിൽ നിന്ന് വിജയിക്കുന്ന നിലവിൽ 3 പോയിന്റോടെ മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഇന്ന് മലപ്പുറം ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഫൈനൽ ബർത്ത് ഉറപ്പിക്കാം. അത് സബാൻ കോട്ടക്കലാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്കും 3 പോയിന്റ് ആവും. അങ്ങനെ വന്നാൽ ടൈ ബ്രേക്കറിലൂടെ വിജയികളെ കണ്ടെത്തുന്നതാണ് ഫൈനൽ ബർത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി. സ്വാഭാവികമായും നിലവിലുള്ള മത്സരത്തിൽ അവിടെ ഉള്ള ഗോൾ ആവറേജ് പരിഗണിക്കുന്നതല്ല. ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി രാത്രി 8 മണി മുതൽ വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ഫുട്ബോൾ ആവേശത്തിനൊപ്പം കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. CCN പെരിന്തൽമണ്ണ. ഇത്തവണ മണ്ണാർക്കാട്ടുകാരൻ തന്നെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാവണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ. കഴിഞ്ഞ തവണയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഷംസുദ്ദീൻ തുടരണമെന്ന ആവശ്യവുമായി ചിലർ നേതൃത്വത്തെ സമീപിച്ചതിന് പിന്നിൽ അടുത്ത ചാൻസ് കിട്ടുമെന്നുള്ള ദൂരവ്യാപകമായ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ് എന്നും അബൂബക്കർ പറഞ്ഞു. നിലവില് മണ്ണാർക്കാട് പ്രാദേശികവാദം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാനതിനെ കാണുന്നത്, ഈ പ്രാദേശികവാദം ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്, കഴിഞ്ഞ ടേമിലും ഉണ്ടായിരുന്നു. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മണ്ണാർക്കാട്ടേക്ക് സംസ്ഥാന കമ്മിറ്റി പുതിയൊരു കാൻഡിഡേറ്റിനെ കൊടുന്നു. അദ്ദേഹം 15 കൊല്ലം MLA ആയി. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റിയ ഒരു പരാതിയോ അല്ലെങ്കിൽ അദ്ദേഹം പോരാ
അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് വേണ്ട എന്ന് പറയാനൊന്നും ഞങ്ങൾ അയാൾക്ക് വേണ്ട എന്നല്ല, അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും കിട്ടും. അയാൾ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിന് പുറമെ ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇനിയൊരു പിന്നെ ആളെ മണ്ണാർക്കാട്ട് നിന്ന് പിന്നെ കാൻഡിഡേറ്റ് ആയിട്ട് കാണണം എന്നാണ്. അത് പല അഭിപ്രായം വരെ ഈ ചർച്ച തുടങ്ങി വെച്ചത് കഴിഞ്ഞ ടേമിലുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. അതിന് പുറമെ ഒരു ക്യാമ്പിൽ വെച്ച് ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് അടുത്ത പ്രാവശ്യം നമുക്ക് മണ്ണാർക്കാടുകാരുടെ ആരെങ്കിലും ഒരാളെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ഇല്ലാന്നിപ്പോ പറയുന്നതല്ല, രേഖ ഉണ്ടാവും. ഇല്ലാന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവ് കൂടെ ഈ ഒരു മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലയനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് എനിക്കറിയില്ല. ഇല്ലാന്നിപ്പോ പുറത്തുള്ള സംസാരം എന്നോട് സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു മിനിറ്റ്സ് പരിശോധിച്ചോളി. കാരണം ഞങ്ങള് എന്തായാലും എന്തെഴുതിയാലും മിനിറ്റ്സിൽ പറയാലോ, തീരുമാനമല്ല അത്. അവിടെ വന്ന ചർച്ചകളാണ്. ചർച്ചയിൽ പറഞ്ഞു നമുക്ക് പ്രാവശ്യം. അപ്പൊ ഇത് ഞങ്ങള് ശംസുവിനെതിരോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരോ ഒന്നും പറയാനില്ല. 15 വർഷമായി പിന്നെ അദ്ദേഹം MLA ആണ്. അയാളെ ഒരു പരാതിയും ഞങ്ങൾക്ക് പറയാനില്ല. ഞാൻ എല്ലാ പറയുന്നിടത്തും ഞാൻ അതിനെ പറഞ്ഞ് ഈ നേതാക്കന്മാരോടത്തും പോയി പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. അയാളെ പറ്റി ഒരു പരാതിയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ മണ്ണാർക്കാട്ടുകാർക്ക് ഒരു അവസരം വേണ്ടേ? പിന്നെ മണ്ണാർക്കാട്ട് നിന്ന് ഒറ്റപ്പേരിൽ എവിടെ ഒറ്റപ്പേരുള്ളത്? ഒറ്റപ്പേരുള്ള ഒരു സ്ഥലവും എന്റെ അറിവില് ഇല്ല. മണ്ണാർക്കാട് നിലവിലെ എല്ലാ കമ്മിറ്റികളും ഷംസു മതി എന്നുള്ള ഒറ്റ പേരിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അത് പറയുന്നത്. തെറ്റാണ്. അങ്ങനെ കമ്മിറ്റി കൂടിയിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയും കൂടിയിട്ടില്ല. അലനല്ലൂർ കമ്മിറ്റി എന്താണ്? അലനല്ലൂര് എങ്ങനെയാണ് കമ്മിറ്റികൾ ഉള്ളത്? നിലവില് കമ്മിറ്റി അലനല്ലൂർ കമ്മിറ്റി ഉണ്ടോ മുസ്ലിം ലീഗിനെ? അലനല്ലൂർ 2 കമ്മിറ്റിയുടെ മേഖലാ കമ്മിറ്റിയും അലനല്ലൂര് പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി 2 മേഖലയാണ്. ഈ കമ്മിറ്റികളുടെ തീരുമാനം എന്താണ്? അത് അറിയില്ല, കാരണം നമ്മളെ ആരെയും വിളിച്ചിട്ടില്ലല്ലോ. ആ കമ്മിറ്റികള് മണ്ഡല കമ്മിറ്റി ഈ പേരും പറഞ്ഞു കൂടിയിട്ടില്ല. നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് കൂടേണ്ടത്. ഞങ്ങൾ പോയത് മണ്ണാർക്കാട്ടേക്ക് വേണം എന്നുള്ള ഈ ആവശ്യം ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് ഈ ഇദ്ദേഹം മാറുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വേറെ എന്തെങ്കിലും ചാർജ് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വന്ന് പിന്നെ മത്സരിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിപ്പിച്ചു. നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു പ്രാദേശിക വികാരമൊന്നും അവിടെ, പ്രാദേശിക വികാരം സംസു തന്നെ വേണം എന്നുള്ള വിവരമൊന്നും ഇപ്പോൾ അവിടെ ആരും പോയി പറഞ്ഞില്ല. ഈ പറഞ്ഞ കുറച്ച് ആളുകൾ പോയി ഞങ്ങൾ പോയി ചോദിച്ച പോലെ അല്ല, ഞങ്ങളെ വേണ്ട. അത് ഒരു ദൂരവ്യാപകമായ അഡ്ജസ്റ്റ്മെന്റിന്റെ പിന്നെ തീരുമാനമാണ്. അവിടെ പോയി കണ്ട് ഇപ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞു. ദൂരവ്യാപകമായ അതങ്ങനെ തന്നെ, ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. അതായത് താല്പര്യം പോയ ആളുകൾക്ക് ഇദ്ദേഹം കഴിഞ്ഞാൽ വരണം എന്നുള്ള താല്പര്യം, അതാണ് താങ്കൾ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, നമ്മളതും എതിർക്കുന്നില്ല. കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ നാളെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം എന്ന് പറയുന്ന അധികാരം കയ്യിലുണ്ടെങ്കിൽ വളരെ സുഗമമായി കൊണ്ടുപോകാം. നേരെ മറിച്ച് നമ്മൾ വേറൊരാളോട് പറഞ്ഞിട്ട് വേണം എല്ലാ കാര്യങ്ങളും. അതായത് ഇപ്പോഴത്തെ നേതാക്കന്മാരെ ഒതുക്കാനുള്ള ഒരു പോക്കാണ്. അങ്ങനെ ഞാൻ പറയില്ല. അത് ഞാൻ പറയില്ല. ഞാൻ അത് പറഞ്ഞില്ല. അങ്ങനെ ഒരു ധാരണയിലുണ്ട്. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ നന്നാവുക, താങ്കളെ നന്നാവുക ഇപ്രാവശ്യം പ്രാദേശിക നേതാവിനെ പരിഗണിക്കുക നന്നാവുക, അതാണ് താങ്കളുടെ അഭിപ്രായം? ആണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ CCN മണ്ണാർക്കാട്. വള്ളുവനാടിന്റെ പ്രിയ സാഹിത്യകാരി രാജലക്ഷ്മിയുടെ സ്മരണാർത്ഥം രാജലക്ഷ്മി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം രാധാകൃഷ്ണൻ കുന്നുംപുറത്തിന് സമ്മാനിച്ചു. ഡോക്ടർ കെ അജിത് മാരായമംഗലം പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാജലക്ഷ്മി അനുസ്മരണ സമിതിയുടെയും മലബാർ സൗഹൃദവേദിയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെർപ്പുളശ്ശേരി ശബരി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ കെ അജിത് മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. നാടക പിന്നെ എന്താ പറയാ, ഗാനരചയിതാവ് എന്ന രീതിയിൽ, അതുപോലെ തന്നെ സിനിമ ഫിലിം അവാർഡ്, മലബാർ സാഹിത്യവേദി പുരസ്കാരം, സൗഹൃദവേദിയിലുള്ള സാഹിത്യവേദിയുടെ പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ പുരസ്കാരങ്ങളാണ്. സമ്മാനങ്ങളുടെ ഉടമസ്ഥനാണ് അദ്ദേഹം. നമ്മുടെ സമൂഹത്തിന് ഇനിയും നല്ല ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. എല്ലാവിധ ഭാവങ്ങളും അദ്ദേഹത്തിന് നൽകുന്നു. ഈ ഒരു ഞാൻ പറയാം, നമ്മുടെ രാജലക്ഷ്മി പ്രിയപ്പെട്ട നമ്മുടെ ചെർപ്പുളശ്ശേരിയുടെ അഭിമാനമായ കഥാകാരിയുടെ ഈ ഓർമ്മ ദിനം നിങ്ങൾക്ക് എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഇവിടെ ഒരുപാട് പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ, നമ്മുടെ ആചാര്യനായ നമ്മുടെ ദാമോദര മാഷൊക്കെ ഓരോരുത്തരും ഞാൻ പറയുന്നത് സമയം ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് നന്ദി, നമസ്കാരം. തുടർന്ന് ഡോക്ടർ അജിത് മാരായമംഗലം പുരസ്കാര സമർപ്പണം നടത്തി.
രാജലക്ഷ്മി അകാലത്തിൽ വിട പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജ്ഞാനപീഠം ലഭിക്കുമായിരുന്നുവെന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് കുന്നുംപുറം രാധാകൃഷ്ണൻ പറഞ്ഞു. ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ വളരെ വേഗതയേറിയ ഒരു ലോകത്ത് ഒരു ചെറിയ മനുഷ്യൻ അയാളുടെ കയ്യിലുള്ള ഒരു ചെറിയ ഉള്ളി കൊണ്ട് ഒരു ശില്പം കൊത്തി ഉണ്ടാക്കുകയാണ്. തന്റെ ഒളിയുടെ ശബ്ദം ഈ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനും കാണില്ല എന്ന്, ഒരു മനുഷ്യനും കേൾക്കില്ല എന്ന് അയാൾക്കറിയാം. പക്ഷെ എവിടെയോ ഒരു മനുഷ്യൻ തന്റെ ഈ ശില്പത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന ഓർമ്മയാണ്, ചിന്തയാണ്, ശക്തിയാണ് അയാളെ കൊണ്ട് മനോഹരമായ ആ ശില്പം കൊത്തിയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് എം പി പറഞ്ഞു വെച്ചു. അതാണ് ഞാൻ ചെയ്തത്. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് എം പി പ്രസംഗം അവസാനിപ്പിച്ചത്. നമ്മുടെ ശില്പം നമ്മൾ എഴുതുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ വരയ്ക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും അവതരിപ്പിക്കുന്നത് ആരും കാണുന്നു എന്നല്ല. എവിടെയോ നിങ്ങൾക്കായി ഒരാൾ കാത്തിരിക്കുന്നുണ്ട് എന്നും ആ ആളിന്റെ അടുത്തേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് സമയമുണ്ടെന്നും അതുവരെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക എന്നുമാണ് തിരുവനന്തപുരത്ത് നിന്ന്, ഈ വല്ലവനാടിന്റെ മണ്ണിൽ നിന്ന്, ചെർപ്പളശ്ശേരിയിലെ ഒരു സായം സന്ധിയിൽ നിന്ന് ഈ മഹാരഥം ആയ ഞാൻ നേരത്തെ മാഷിനോട് പറയുകയായിരുന്നു, സംഗീത സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ വാർഡ് ഗ്രൂപ്പ്, രണ്ടാമത്തെ എം പി, മൂന്നാമത്തത് ഏറ്റുവാങ്ങിയ മഹാവനിതയുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് ഞാൻ നിങ്ങളും ഇപ്പോൾ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ മണ്ണിലാണ് നിങ്ങൾ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഡോക്ടർ അമൃതം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. KR രവി, ബിജുമോൻ പന്തരുകുലം, K ബാലകൃഷ്ണൻ, P ശ്രീകുമാർ, ശാലിനി മുരളി, വിജയൻ കാടാങ്കോട്, സുഭാഷ് തോടയം, ഗോപനേഴക്കാട്, സാജൻ തൂത, ദിനേശൻ എഴുവന്തല, NK മുസ്തഫ, മുരളി റാം, കവയത്രി പ്രീതി ഗോപാൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ മായ സാജൻ, ഭഗത് ഉണ്ണികൃഷ്ണൻ, നന്ദന സിജു, PTB സ്മാരക ആഗോള ബാലശാസ്ത്ര പ്രതിഭകളായ TK അനന്യ, മയൂരി എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി. സ്കൂൾ കലോത്സവത്തിലെ പ്രതിഭകളുടെ കലാപ്രകടനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ജീവിക്കുന്ന രക്തസാക്ഷികളുടെ അമ്മ നീയൊക്കെ എങ്ങനാടി അതിന് അമ്മയാവുക? പെറ്റുനോവിണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ 10 മക്കളെ പറ്റി നോവ് അതെനിക്കറിയാം. സഹേ, പെണ്ണിന്റെ മനസ്സാ ഞങ്ങൾക്ക്, പക്ഷേ ആണിന്റെ കരുത്ത അത് മറക്കണ്ട. ആണല്ല പെണ്ണല്ല ആരും കരുതേണ്ട. ആണിന്റെ കരമാണ് പെണ്ണിന്റെ മനമാണ്. സൃഷ്ടിക്കു കൈപ്പിഴ പറ്റിയെന്നാൽ മുഷ്ടി ചുരുട്ടി എറിഞ്ഞിടും പാൽ. നന്ദി, നമസ്കാരം. പിന്നെയും നീ കണ്ണെഴുതിയ കന്യമാർ വിണ്ണണി പാടത്തു വന്നെത്തി. തന്വങ്കിമാരുടെ കൈകളിലൊക്കെയും ഇന്ദ്രനീലത്തിൻ കലശങ്ങൾ. പൊന്നിൻ വളയിട്ടു മിന്നുന്ന കൈകളാൽ മഞ്ഞിൽ തൂമുത്തവർ പാകുന്നു. കന്നി വിളകുന്ന പാടങ്ങളൊക്കെയും പിന്നെയും ചന്ദനമായല്ലോ. CCN ചെർപ്പുളശ്ശേരി. ഒറ്റപ്പാലത്ത് ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയത് വളർത്തുമകളുടെ ഭർത്താവ്. കൊലപാതകം നടത്തിയ പൊന്നാനി സ്വദേശി റാഫിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതര പരിക്കേറ്റ വളർത്തുമകളുടെ മകനായ 4 വയസ്സുകാരൻ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
തോട്ടക്കര സ്വദേശികളായ നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ വളർത്തുമകളായ സുൽഫിയത്തിന്റെ ഭർത്താവായിരുന്നു റാഫി. ഇരുവരും വിവാഹബന്ധം വേർപിരിഞ്ഞിരുന്നു. ഇതു സംബന്ധിച്ച കേസ് കോടതിയിലാണ്. ഇവരുടെ 4 വയസ്സുള്ള കുഞ്ഞിനെയും റാഫി വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി നിലവിൽ അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ കുഞ്ഞിന്റെ അവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രി 12 ോടെയാണ് ദാരുണമായ സംഭവം. സുൽഫിയത്ത് 4 വയസ്സുകാരനുമായി ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 11:57 കിട്ടി എൻ്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് ഈ റോട്ടിൽ കൂടെ ഓടുന്നു. അപ്പോൾ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാനും ഉപ്പാനും വെട്ടിയിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചത് രാത്രി. ഞമ്മളെ വന്നു നോക്കണ നേരത്ത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരുണ്ട്. അപ്പോൾ അവൻ വന്ന് എന്നോട് ആദ്യം ചോദിച്ചത് ഇതിനും സ്ത്രീ ഓടിപ്പോയിട്ടുണ്ടാകും. അതൊന്നും എനിക്കറിയില്ല. അപ്പത്തിനും ഒറ്റപ്പാലം പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വരുന്ന കണ്ടു. അപ്പോൾ ഇവനിവിടെ കണ്ടു. അവിടെ കണ്ടിട്ട് അവർ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മുമ്പ് കൂടെ തന്നെ ഓടി നേരെ അപ്പുറത്തെ പള്ളിത്തൊടിയിലേക്ക് ചാടുന്നു. പള്ളിത്തൊടിയിലേക്കാണ് പോയിരിക്കുന്നത്. പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ വേഗം ആ പെൺകുട്ടീനെയും ആ കുഞ്ഞിനെയും നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആ വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് ആ കുട്ടിയുടെ ഷർട്ട് കൊണ്ട് നോക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്. കുട്ടിയുടെ കഷത്ത് നല്ലൊരു മുറിവുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി. തിരിച്ച് പോലീസിൻ്റെ ഈ വിവരം പറഞ്ഞപ്പോൾ പോലീസും ഞങ്ങളൊക്കെ പാടെ വന്ന് നോക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ 2 ഉമ്മയെയും ഉപ്പയെയും കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ പള്ളി ഖബർസ്ഥാനിലേക്ക് ഓടി രക്ഷപ്പെട്ട റാഫിയെ പോലീസും നാട്ടുകാരും ചേർന്നാണ് പിടികൂടിയത്. പോക്കറ്റിലെന്തുണ്ട് വണ്ടി എടുത്തിട്ടോ? ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. CCN കടമ്പഴിപ്പുറം. പുതുവർഷം പിറന്ന ശേഷം 15 ദിവസത്തിനിടെ പാലക്കാട് ജില്ലയിൽ ഉണ്ടായത് 49 വാഹനാപകടങ്ങൾ. ഇതിൽ 12 പേർ മരിച്ചു, 51 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ വർഷം 2253 അപകടങ്ങളിലായി 321 പേരാണ് മരിച്ചത്. ജില്ലയിൽ കഴിഞ്ഞ വർഷം 41 കാൽനട യാത്രക്കാരാണ് വാഹനമിടിച്ച് മരിച്ചത്. കൂടുതലും ദേശീയപാതകളിൽ. വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകട കാരണമായതെന്നാണ് പോലീസ് റിപ്പോർട്ട്. സംസ്ഥാന പാതകളിൽ സിഗ്നൽ തെറ്റിച്ച വാഹനങ്ങൾ ഇടിച്ചാണ് കൂടുതൽ പേർ മരിച്ചത്. ആവശ്യത്തിന് സീബ്ര ലൈൻ ഇല്ലാത്തതും പലയിടത്തും മാഞ്ഞുപോയതും പ്രശ്നമായി മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജില്ലയിൽ കഴിഞ്ഞ വർഷം അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞതായി RTO CU മുജീബ് അറിയിച്ചു. ജില്ലയിൽ 60% വാഹനാപകടങ്ങളും നടക്കുന്നത് പുലർച്ചെ 2 മുതൽ 5 വരെയുള്ള സമയത്താണെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. കഴിഞ്ഞ വർഷം നടന്ന 2253 അപകടങ്ങളിൽ 1334 അപകടങ്ങളും നടന്നത് പുലർച്ചെയാണ്. ദേശീയപാതകളിലാണ് കൂടുതലും. സംസ്ഥാന പാതകളിൽ രാത്രി 8 മണി മുതൽ 12 വരെയുള്ള സമയത്താണ് കൂടുതൽ അപകടങ്ങൾ. ഇരുചക്ര വാഹനങ്ങളാണ് ഈ സമയങ്ങളിൽ അപകടത്തിൽപ്പെടുന്നതിൽ കൂടുതൽ. CCN ചെർപ്പുളശ്ശേരി. തിരുനാവായയിൽ നടക്കുന്ന മാഘമക മഹോത്സവത്തിന്റെ ധ്വജസ്തംഭത്തിനായുള്ള മരം ഘോഷയാത്രയെ കൊണ്ടുപോയത് ആലിപ്പറമ്പിൽ നിന്ന്. ആലിപ്പറമ്പ് മലമേൽ പെരിയേടത്ത് കോന്തോട്ടിൽ കളരിയിൽ ആനന്ദവനം ഭാരതി മഹാരാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമൂതിരി രാജാക്കന്മാരുടെ ഗുരുസ്ഥാനീയരുടെ കളരിയും മാഘമഹ മഹോത്സവവുമായി ചരിത്രപരമായ ബന്ധവുമുള്ള ആലിപ്പറമ്പ് മലമേൽ പെരിയേടത്ത് കേന്തോട്ടിൽ കളരിയിൽ നിന്നാണ് ധ്വജസ്തംഭത്തിനായുള്ള മരം ഘോഷയാത്രയായി കൊണ്ടുപോയത്. പൗരാണികതയുടെ വീണ്ടെടുപ്പും സനാതനധർമ്മ സംരക്ഷണവുമാണ് മാഘമഹ മഹോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആനന്ദവനം ഭാരതി മഹാരാജ് പറഞ്ഞു. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിൻ്റെ ധർമ്മധ്വജാരോഹണം
അത് മാഘഗുപ്ത നവരാത്രിയുടെ പ്രതിപദമായിട്ടുള്ള ജനുവരി 19 നടക്കുന്നത്. ഈ ധർമ്മധ്വജവും ആ ധർമ്മധ്വജം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്വജസ്തംഭവും 42 ഈരടി കളരിയായിട്ടുള്ള ആലിപ്പറമ്പ് മലമേൽ പെരിയേടത്ത് കേന്തോട്ടിൽ കളരിയിൽ നിന്നാണ് വലിയ ഘോഷയാത്രയായി തിരുനാവായിയിലേക്ക് വരുന്നത്. ഈ കളരി സാമൂതിരിയുടെ ഗുരുസ്ഥാനീയരുടെ കളരി എന്ന് വിഖ്യാതമായിട്ടുള്ള കളരിയാണ്. മാഘമഹോത്സവവുമായിട്ട് പൗരാണികമായ ബന്ധമുള്ള കളരിയാണ്. പിന്നീട് സാമൂതിരിയുടെ സദസ്യരായിരുന്ന ധർമ്മോത്ത് പണിക്കരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കളരിയുടെ പാരമ്പര്യം തുടർന്നു വന്നത്. ആലിപ്പറമ്പ് തളി, കോട്ടയിൽ ഭഗവതി ക്ഷേത്രം, കളം, തൃപ്പൂതം പുഴ, പനങ്കുരിശിക്കാവ് തുടങ്ങിയിട്ടുള്ള ദേവതാ സങ്കേതങ്ങളുമായി ആചാരപരമായി ബന്ധമുള്ള കളരിയാണ്. പരിയാനംപറ്റ ക്ഷേത്രത്തിൽ ഉത്സവ വിളംബരം കുറിച്ചിരുന്നത് പണ്ട് ഇവിടെ നിന്നുമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പം ഇങ്ങനെയൊക്കെ വിശേഷപ്പെട്ട ഈ കളരിയിൽ നിന്ന് വലിയ ഘോഷയാത്രയായി ഈ കൊടിമരവും ധർമ്മധ്വജവും തിരുനാവായിയിൽ എത്തിച്ചേരും. മഹോത്സവം ജനറൽ കൺവീനർ വിനയ്കുമാർ MK ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാവിലെ കളരിയിൽ നടന്ന ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന ദീപജ്യോതി പ്രയാണം അരക്കുപറമ്പ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം, കാറൽമണ്ണ കാളിക്കടവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ പര്യടനത്തിനു ശേഷം കളരിയിൽ തിരിച്ചെത്തി. ചടങ്ങിൽ വെച്ച് ശിവദാസൻ കുറുപ്പത്ത് സ്വാമിജിക്ക് കുംഭമേളയിലെ കലശത്തിനുള്ള കുംഭം കൈമാറി. ഘോഷയാത്രയ്ക്ക് ശിവദാസൻ കുറുപ്പത്ത്, കൃഷ്ണകുമാർ പെരുമ്പാലപ്പാറ, സച്ചിദാനന്ദൻ ചുണ്ടയിൽ മണി എന്നിവർ നേതൃത്വം നൽകി. രാജീവ് MG പരിപാടിയുടെ സംയോജനം നിർവഹിച്ചു. ചുണ്ടയിൽ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. ഘോഷയാത്രയോടനുബന്ധിച്ച് വൈകിട്ട് നാഗപാട്ട്, ലക്ഷ്മി നന്ദനയുടെ നൃത്തസന്ധ്യ, സിത്താനി ഭജൻസിന്റെ ഭജൻ സന്ധ്യ എന്നിവ നടന്നു. ആത്മകളരിയിലെ വിപിൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ കളരിപ്പയറ്റ് പ്രദർശനം കാണികളിൽ ആവേശമുണർത്തി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഒറ്റപ്പാലത്ത് ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയത് വളർത്തുമകളുടെ ഭർത്താവ്. കൊലപാതകം നടത്തിയ പൊന്നാനി സ്വദേശി റാഫിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഗുരുതര പരിക്കേറ്റ വളർത്തുമകളുടെ മകനായ 4 വയസ്സുകാരൻ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തവണ മണ്ണാർക്കാട്ടുകാരൻ തന്നെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാവണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ കഴിഞ്ഞ തവണയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ശംസുദ്ദീൻ തുടരണമെന്ന ആവശ്യവുമായി ചിലർ നേതൃത്വത്തെ സമീപിച്ചതിന് പിന്നിൽ അടുത്ത ചാൻസ് കിട്ടുമെന്നുള്ള ദൂരവ്യാപകമായ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ് എന്നും അബൂബക്കർ പറഞ്ഞു. വള്ളുവനാടിന്റെ പ്രിയ സാഹിത്യകാരി രാജലക്ഷ്മിയുടെ സ്മരണാർത്ഥം രാജലക്ഷ്മി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം രാധാകൃഷ്ണൻ കുന്നുംപുറത്തിന് സമ്മാനിച്ചു. ഡോക്ടർ കെ അജിത് മാരായമംഗലം പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തിരുനാവായയിൽ നടക്കുന്ന മാഘമക മഹോത്സവത്തിന്റെ ധ്വജസ്തംഭത്തിനായുള്ള മരം ഘോഷയാത്രയായി കൊണ്ടുപോയത് ആലിപ്പറമ്പിൽ നിന്ന്. ആലിപ്പറമ്പ് മലമേൽ പെരിയേടത്ത് കേന്തോട്ടിൽ കളരിയിൽ ആനന്ദവനം ഭാരതി മഹാരാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.